നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്നലെ പോർച്ചുഗൽ ആഗ്രഹിച്ച ഒരു റിസൾട്ടല്ല ഉണ്ടായത്. കോങ്കോയ്ക്കെതിരെ കോങ്കോ മുക്കിക്കളഞ്ഞു പോർച്ചുഗലിനെ. 1-1 എന്ന സമനിലയിലായിപ്പോയി. പോർച്ചുഗൽ തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് ഉണ്ടായത്. പക്ഷേ റോബർട്ടോ മാർട്ടിനസ്, പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് വളരെ പോസിറ്റീവാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ അർജൻറ്റീന തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. അതിനു മുമ്പ് എന്നിട്ട് അർജൻറ്റീന ചാമ്പ്യന്മാരായില്ലേ. അതിനു മുമ്പ് 2018 ഫൈനലിലെത്തിയ ക്രൊയേഷ്യ തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റോബർട്ടോ മാർട്ടിനസ് പറയുന്നുണ്ട്. മാർട്ടിനസിനോട് പ്രത്യേകമായി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഇന്നലെ ഏതെങ്കിലും ഘട്ടത്തിൽ 90 മിനിറ്റും ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചു, തീർത്തും മങ്ങിപ്പോയി. അപ്പോൾ ആ ഏതെങ്കിലും ഘട്ടത്തിൽ റൊണാൾഡോയെ പിൻവലിക്കുന്നതിനെക്കുറിച്ച്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് വെച്ചപ്പോൾ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല എന്നാണ് മാർട്ടിനസ് പറഞ്ഞത്. മാർട്ടിനസ് പറയുന്നത് ഇത്തരം കളികളിൽ വളരെ പ്രധാനപ്പെട്ട താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോയെ പോലെ ഒരു താരം ടീമിലുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പെനാൽറ്റി ബോക്സിലേക്ക് കടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള ടീമുകളിൽ ഒന്നാണ് കോങ്കോ. അപ്പോൾ അത്തരം പെനാൽറ്റി ബോക്സിലേക്ക് കടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. അദ്ദേഹം അതിവേഗം പെനാൽറ്റി ബോക്സിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരാളാണ്. അതുകൊണ്ട് CR7 പിൻവലിക്കുന്നതിനെക്കുറിച്ച് ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത്. റൊണാൾഡോ വളരെ പ്രധാനപ്പെട്ട താരമാണ് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് മാർട്ടിനസ്.